മിൽമ ജീവനക്കാർ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചതോടെ തെക്കൻ ജില്ലകളിൽ പാൽ വിതരണം പ്രതിസന്ധിയിൽ. സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് മിൽമ തിരുവനന്തപുരം യൂണിയനിൽ തൊഴിലാളികൾ സമരം ചെയ്യുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട പ്ലാന്റുകളിൽ നിന്ന് ഒരു ലോഡ് പാല് പോലും ഇന്ന് വിതരണം ചെയ്യാനായിട്ടില്ല. സമരം നടത്തുന്ന തൊഴിലാളി യൂണിയനുകളെ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർപേഴ്സൺ ചർച്ചയ്ക്ക് വിളിച്ചു. അല്പസമയത്തിനകം പട്ടത്തെ മിൽമ ആസ്ഥാനത്താണ് ചർച്ച. ഉയർന്ന തസ്തികയിലുള്ളവർക്ക് മാത്രം സ്ഥാനക്കയറ്റം നൽകുന്നുവെന്നും 4 വർഷമായി സാധാരണ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നില്ലെന്നും ആരോപിച്ചാണ് തൊഴിലാളികളുടെ സമരം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ മിൽമ പ്ലാന്റുകളിൽ INTUC CITU പ്രവർത്തകർ രാവിലെ 6 മണി മുതൽ സമരം ആരംഭിച്ചു. സമരം നിയമവിരുദ്ധമാണെന്നും ഈ മാസം 30-നകം സ്ഥാനക്കയറ്റം നൽകുമെന്ന് തൊഴിലാളികൾക്ക് ഉറപ്പു നൽകിയിരുന്നതായും മിൽമ തിരുവനന്തപുരം യൂണിയൻ അറിയിച്ചു. എന്നാൽ ഉറപ്പുകൾ രേഖാമൂലം നൽകണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. ഇനി ഇതിനൊരു ഒത്തുതീർപ്പ് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രതിഷേധം മറ്റ് ഡയറികളിലൂടെ വ്യാപിക്കുന്നതോടൊപ്പം തന്നെ സമരപ്പന്തൽ കെട്ടി ശക്തമായ സമരപരിപാടികളിൽ മുന്നോട്ട് പോകാനാണ് തയ്യാറാവുന്നത്. മുഖം തിരിഞ്ഞു നിന്ന മാനേജ്മെന്റ്, ചെയർമാനോ MDയോ ഉത്തരവാദിത്തപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ വിളിച്ച് ഈ സമരം ചർച്ച ചെയ്യാൻ തയ്യാറായില്ല എന്ന് തന്നെയാണ് ജീവനക്കാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വേദനാജനകമായ കാര്യം. ഈ മാസം 30-ാം തീയതിക്കകം നടത്താം എന്ന് മാനേജ്മെന്റ് ഭാഗത്തു നിന്നൊരു അഭിപ്രായം ഉണ്ടായി. ഞങ്ങൾക്കത് ഓക്കെ, അവസാനം ഈ പ്രക്ഷോഭവും ഈ പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടി അത് ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷേ ഞങ്ങൾക്കൊരു കണ്ടീഷൻ പറഞ്ഞു, ഇത് നിങ്ങൾ രേഖാമൂലം എഴുതി തരണം. സ്ഥാനക്കയറ്റത്തിനുള്ള അഭിമുഖ പരീക്ഷയ്ക്കെത്തിയവരെ ഇന്നലെ മിൽമ ആസ്ഥാനത്ത് സമരക്കാർ തടഞ്ഞിരുന്നു. ഇതിനെ തുടർന്നെടുത്ത പോലീസ് കേസ് പിൻവലിക്കണമെന്നും തൊഴിലാളി യൂണിയനുകൾ ആവശ്യപ്പെട്ടു. ജീവനക്കാരുടെ സമരം തുടർന്നാൽ തെക്കൻ ജില്ലകളിൽ പാൽക്ഷാമം രൂക്ഷമാകും. മിൽമ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും നേരിടേണ്ടി വരും. മിൽമ തിരുവനന്തപുരം യൂണിയനിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പ്രശ്നപരിഹാര ഫോർമുല തയ്യാറായിട്ടില്ല. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.